ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എലീക്കയുടെ കുക്കിംഗ് റേഞ്ച് ആണ് 6402 എന്ന് പറഞ്ഞ മോഡലാണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു മോഡൽ വേറെ ചെയ്തിട്ടുണ്ട്, 9502 എന്ന് പറഞ്ഞ മോഡലാണ്. ആ മോഡലിനേക്കാളും കുറച്ചുകൂടി കുറഞ്ഞിട്ടുള്ളൊരു മോഡലാണ്, സൈസ് വൈസും എല്ലാം കൊണ്ടിട്ടും. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒന്ന് നോക്കിക്കളയാം എന്തൊക്കെയാണ് ഇതിനകത്ത് ഫീച്ചേഴ്സ് ഉള്ളതെന്നുള്ളത്. കുക്കിംഗ് റേഞ്ചിന്റെ ഓവറോൾ സൈസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സൈസ് എന്ന് പറയുന്നത് 60 സെന്റിമീറ്റർ ആണ്. ഈ 60 സെന്റിമീറ്ററും വിഡ്ത്താണ്. ഡെപ്ത് എന്ന് പറയുന്നത് 63 സെന്റിമീറ്ററും ഹൈറ്റ് എന്ന് പറയുന്നത് 85.5 സെന്റിമീറ്ററാണ് ഇതിന്റെ ഹൈറ്റ് വരുന്നത്. ഇതിനകത്ത് വരുന്ന ബർണേഴ്സിന്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഗ്ലാസ് മേളിലേക്ക് ഉയർത്തി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു 3.8 കിലോ വാട്ടിന്റെ ഒരു ബർണർ വരുന്നുണ്ട്, 1.75 ഒരു ബർണർ വരുന്നുണ്ട്, 2.5 കിലോ വാട്ടിന്റെ 2 ബർണർ വരുന്നുണ്ട്. ഇതെല്ലാം ഇറ്റാലിയൻ മോഡൽ ബർണറുകളാണ്, ബ്രാസ് ബർണറുകളല്ല. ഇതിന്റെ മുകളിൽ നമുക്കൊരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിനിഷിംഗ് ആണ് വരുന്നത്. ഇതിന്റെ മേലൊരു ടെമ്പററി ഗ്ലാസും വരുന്നുണ്ട്. ഇത് നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് നമുക്കിത് അടച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കുക്കിംഗ് റേഞ്ചിന്റെ ഈ ലിഡ് ഗ്ലാസ് വരുന്നത്. അതുകൂടാതെ ഇതിനകത്ത് 6 നോബ് വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഇതിന്റെ ഓവന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 54 ലിറ്റർ ആണ്. 6402 എന്ന മോഡലിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഓവൻ കപ്പാസിറ്റി 54 ലിറ്റർ ആണ്. ഇതൊരു ബ്ലാക്ക് ഫിനിഷ് ആണ് വരുന്നത്. പുറം ബോഡിയല്ല, സിൽവർ കളർ ഫിനിഷ് ആണ് വരുന്നത്. ഈ ഭാഗം ഫ്രണ്ടിൽ കാണുന്ന ഭാഗവും ഈ മേലിൽ കാണുന്ന ഭാഗവും സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. പിന്നെ അതുകൂടാതെ ഇതിനകത്ത് 2 സ്വിച്ച് ആണുള്ളത്. റൈറ്റ് സൈഡിലായിട്ട് 2 സ്വിച്ച് കാണും. ഈ 2 സ്വിച്ച് എന്തിനാണെന്ന് വെച്ചാൽ ഒരെണ്ണം റൊട്ടേസറി ഓൺ ആക്കാനും ഇതിന്റെ അകത്തുള്ള ലൈറ്റ് കത്തിക്കാനും വേണ്ടിയിട്ടാണ്. താഴെ ഉള്ളത് നമുക്ക് സ്പാർക്കിംഗ് ഓൺ ആക്കാനായിട്ട്. സ്പാർക്കിംഗ് ഓൺ ആക്കാന്ന് പറഞ്ഞാൽ മേലിൽ 4 ബർണറുകളും താഴെയുള്ള ഓവനുകളിലുള്ള ബർണറുകളിലേക്കും സ്പാർക്കിംഗ് എത്തിച്ചത് കത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് നെക്കുമ്പോൾ സ്പാർക്കിംഗ് വർക്ക് ചെയ്തിട്ടാണ് ഇതിന്റെ ഫ്ലെയിം എല്ലാം കറക്റ്റായിട്ട് കത്തിപ്പിടിക്കുന്നത്. 4 നോബുകളിൽ ഈ ഒരു നോബ് എന്ന് പറയുന്നത് ഏറ്റവും റൈറ്റ് സൈഡിൽ മൂലക്കുള്ള ബർണറിന്റെയാണ്. തൊട്ടിപ്പുറത്ത് കാണുന്ന നോബ് ഈ ഒരു ബർണർ, അതായത് ഫ്രണ്ടിലുള്ള വലിയ ബർണറിന്റെയാണ്. അതിന്റെ തൊട്ടിപ്പുറത്തുള്ളത് ഈ ഒരു ഏറ്റവും കുറഞ്ഞ ചെറിയ സൈസുള്ള ബർണറിന്റെയാണ്. ഇത് ഏറ്റവും ബാക്ക് സൈഡിലുള്ള ബർണറിന്റെയാണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ബർണർ കോമ്പിനേഷനിൽ ഈ ഒരു നോബ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തൊട്ടിപ്പുറത്ത് മാറി 2 വേറെ ഉണ്ടാവും. ഇത് ഒരെണ്ണം അതിന്റെ ടൈമറും, ഒരെണ്ണം ഈ ഓവൻ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗ്രില്ലും ഓവനും ഉപയോഗിക്കുന്നതിന് ഫ്ലെയിം മാറി മാറി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നോബാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രില്ലിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നെക്കിയിട്ട് വലത്തോട്ട് തിരിക്കുന്നു. നമ്മളിവിടെ ഒരു റൊട്ടേഷറി ഒരു ബട്ടൺ ഉണ്ടാവും. അതിന്റെ താഴെയായിട്ട് ഒരു സ്പാർക്കിങ്ങിന്റെ ഒരു സിമ്പിൾ കാണിക്കുന്നുണ്ടാവും. അത് ജസ്റ്റ് നെക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്തിട്ട് ഇവിടെ ഫ്ലെയിം വരും. ഒരു കാരണവശാലും ഗ്രില്ല് ചെയ്യുമ്പോൾ ഈ ഡോറ് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്ത് വെക്കരുത്. ഗ്രില്ല് ചെയ്യുമ്പോൾ മാത്രം ക്ലോസ് ചെയ്ത് വെക്കരുത്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് വേണം വെക്കാൻ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ചിലപ്പം ഇതിന്റെ ഇന്റേണൽ പാർട്സുകളോ അല്ലെങ്കിൽ ഈ ഗ്ലാസോ ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് നമുക്ക് ഗ്രില്ല് ഉപയോഗിക്കുമ്പോൾ മാത്രം, ഈ ഓവൻ ഗ്രാവിറ്റി ബോക്സിനകത്ത് ഗ്രില്ല് ഉപയോഗിക്കുമ്പോൾ മാത്രം അതിന് നമുക്ക് ടെമ്പറേച്ചർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം ഇതിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്താൻ വേണ്ടി എല്ലാ കുക്കിംഗ് റേഞ്ചുകളിലും ഒരു ചെറിയൊരു പാർട്ടീഷൻ ചെയ്യാൻ പറ്റിയൊരു പാർട്ട് കൂടി ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് ഇത് ലോക്ക് ചെയ്ത് വെക്കണം. ഡോറ് ക്ലോസ് ചെയ്ത് വെക്കാൻ പാടില്ല. ഗ്രില്ല് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഗ്രില്ല് ഉപയോഗിക്കുമ്പോൾ മാത്രം. നേരെ മറിച്ച് നമ്മൾ തിരിച്ച് ലെഫ്റ്റിലേക്ക് സെൻട്രലാക്കി നമ്മൾ നെക്കിയിട്ട് ലെഫ്റ്റിലേക്ക് തിരിക്കുമ്പോൾ അതിനകത്ത് ഒത്തിരി ടെമ്പറേച്ചറുകൾ കാണിക്കുന്നുണ്ടാവും. 220 ഡിഗ്രി, 240 ഡിഗ്രി. അപ്പൊ നമുക്ക് എത്ര ടെമ്പറേച്ചറിലാണോ വേണ്ടത് ആ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തതിനു ശേഷം ഓവനാണ് വർക്ക് ചെയ്യുന്നത്. ഓവൻ വർക്ക് ചെയ്യുമ്പോൾ ഡോർ അടച്ചു വെക്കുക, ക്ലോസ് ചെയ്ത് തന്നെ വെക്കണം. അല്ലെങ്കിൽ ഹീറ്റ് പുറത്തേക്ക് പോയിട്ട് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ആകില്ല. ഇത് എപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ആകുമ്പോൾ നമ്മളുടെ ഇതിന്റെ കുക്കിംഗ് റേഞ്ചിന്റെ അകത്തുള്ള താഴെയുള്ള ഭാഗത്തുള്ള ഫ്ലെയിം കുറയുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു മെഷ് റാക്കാണ് വരുന്നത്. അത് നമുക്ക് എന്തെങ്കിലും ചിക്കനോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇതിന്റെ മുകളിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുകൂടാതെ ഈ കാണുന്നത് ഒരു റൊട്ടേസറിയാണ്.
റൊട്ടേസറി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് നമുക്ക് കോർത്തിട്ട് ചിക്കനൊക്കെ അതിനകത്തേക്ക് കറക്റ്റ് സൈസിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇത് താഴെ വേറൊരു റാക്ക് കൂടി ഉണ്ടാവും. ഇതിൻ്റെ അകത്താണിത് സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. ഇതിന് വരുന്നത് ഇതിന്റെ ഈ മൂലക്കായിട്ട് ചെറിയൊരു റൊട്ടേസറി മോട്ടർ കാണും. ഇതിനകത്തേക്ക് കണക്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെയാണ് ഇത് വെക്കേണ്ടത്. ഇങ്ങനെയാണിത് ഹോൾഡ് ചെയ്ത് വെക്കേണ്ടത്. അതുകൂടാതെ ഇതിൻ്റെ വലതുവശത്താണ് ഇതിൻ്റെ ഇൻലെറ്റ് കണക്ഷൻ, ഗ്യാസ് കണക്ട് ചെയ്യുന്ന ആ ഒരു കണക്ഷൻ വരുന്നത്. പിന്നെ ഇതിനകത്തൊരു 16 ആംപിയറിൻ്റെ ഒരു സോക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. 16 ആംപിയറിൻ്റെ സോക്കറ്റ് കൊടുക്കുന്നത് ഇതിനകത്ത് ഇലക്ട്രിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന, അതായത് ഓട്ടോമാറ്റിക്, ലൈറ്റ്, റൊട്ടേഷറി എല്ലാം വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു 16 ആംപിയർ സോക്കറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 6402 കുക്കിംഗ് റേഞ്ചിനെ കുറിച്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള പ്രൊഡക്റ്റുകളുടെ വൻ അറിവുകളുമായി നമുക്ക് വീണ്ടും വരാം. നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.